വെൽഫെയർ പാർട്ടിയുടെയും എസ്ഡിപിഐയുടെയും വോട്ടുകൾ വേണ്ടെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ്. നഗരവികസനത്തെ 15 വർഷം പിന്നോട്ടടിപ്പിച്ചത് UDF ആണെന്നും അദ്ദേഹം പറഞ്ഞു. LDF മേയർ സ്ഥാനാർത്ഥി കൂടിയായ മുസാഫിർ അഹമ്മദ് മീൻചന്ത ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ അമരക്കാരൻ CP മുസാഫിർ അഹമ്മദ് നിലവിലെ ഡെപ്യൂട്ടി മേയറാണ്. അദ്ദേഹം മീൻചന്ത വാർഡിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. നമുക്കൊപ്പം അദ്ദേഹം തന്നെ ഉണ്ട്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി തുടരുകയാണ് ഇടതുപക്ഷത്തിന്റെ ഭരണം കോഴിക്കോട് കോർപ്പറേഷനിൽ. എന്തുകൊണ്ട് ഇത്തവണ കൂടി ജനം നിങ്ങൾക്ക് അവസരം നൽകണം? 4.5 പതിറ്റാണ്ട് കാലത്തെ കോഴിക്കോട് LDFന്റെ മികവുറ്റ ഭരണ പ്രവർത്തനം തന്നെ കാരണം. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 5 വർഷമാണ് ഓരോന്നും. കൂടുതൽ മികവാർന്ന നഗര വികസന പ്രവർത്തനങ്ങളാണ് LDF കോഴിക്കോട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർച്ചയായി കോഴിക്കോട് LDFന് ജനങ്ങൾ പിന്തുണ നൽകുന്നത് അത്ഭുതകരമായൊരു സംഗതിയൊന്നുമല്ല. അങ്ങനെ ജനങ്ങൾ ചിന്തിക്കുന്നു. ആ ചിന്തക്ക് കൂടുതൽ ആക്കം കൂട്ടുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷക്കാലം പൂർത്തീകരിച്ച് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉള്ള ഒരു അനുഭവം. ഈ വലിയ വൻകിട വികസനങ്ങൾക്കുപരി കോഴിക്കോടിൻ്റെതായ തനത് കാര്യങ്ങളാണോ നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ അത് പല മേഖലകളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദൈനംദിന ജീവിതത്തിലെ എല്ലാം വികസനവുമായി ബന്ധപ്പെട്ട് കിടക്കുക തന്നെയാണ്. പശ്ചാത്തല വികസന മേഖലയിലുള്ള മരാമത്ത് പ്രവൃത്തികൾ മാത്രമല്ല വികസനം എന്നുള്ളത്. ഒരു പ്രാദേശിക സർക്കാർ എന്ന നിലക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അർപ്പിതമായിട്ടുള്ള ചുമതലകൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു പോകുന്നതോടൊപ്പം തന്നെ നഗര വികസനത്തെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടും ഭാവി കോഴിക്കോടിനെ കുറിച്ചുള്ള വളരെ സമഗ്രമായ നിലപാടുകളുമാണ് നഗരസഭ ഭരിക്കുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലുമുള്ള കണ്ണെത്തുന്ന വികസന കാഴ്ചപ്പാടാണ്. അത് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. മറ്റ് നാട്ടിലെ ജനങ്ങളുടെ മറ്റ് കൂട്ടായ്മയുടെ ഒക്കെ സഹകരണത്തോടെയാണ് നഗരഭരണത്തിൽ ഒരു വികസന കാഴ്ചപ്പാട് കോർപ്പറേഷൻ LDF നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മേഖലയിലും കാണാൻ വേണ്ടി കഴിയും. വികസനം എന്നുള്ളത് പ്രവൃത്തികൾ മാത്രം വയോജന രംഗത്തുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ തൊട്ട് ആരോഗ്യരംഗത്ത്, ശുചിത്വ മേഖലയിൽ അങ്ങനെ അനവധി മാറ്റങ്ങളുടെ ഒരു വികസന രംഗത്ത് ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കോഴിക്കോട്ട് നേരിടുന്നത്. UDF പറയുന്നത് അവർ നേരത്തെ തന്നെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ആരംഭിച്ചു. ഇത്തവണ അട്ടിമറിക്കും, ഭരണം തങ്ങൾ പിടിക്കും. ഈ പൊതു സമൂഹത്തിന്റെ പിന്തുണ UDFനൊപ്പമുണ്ട്. നേരത്തെ VM വിനുവിനെ പോലുള്ള ആളുകളെയൊക്കെ കലാകാരന്മാരെയൊക്കെ അണിനിരത്തിയാണ് അവർ മത്സരത്തിന് ഇറങ്ങാൻ പുറപ്പെട്ടത്. പക്ഷേ പിന്നീട് അത് നടന്നില്ലെങ്കിലും ഭരണം പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ അവകാശവാദം എങ്ങനെ കാണുന്നത്? ഇവിടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ചെറിയ പാർട്ടികളും എല്ലാ പാർട്ടികളും എല്ലാവരും ജയിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ആരും തോൽക്കാനായിട്ട് മത്സരിക്കുന്നില്ലല്ലോ. അപ്പോൾ പ്രതീക്ഷകളൊക്കെ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളും വെച്ച് പുലർത്തുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. കോഴിക്കോട്ടെ ജനങ്ങൾക്കറിയാലോ UDFന് ഇപ്പോൾ എത്ര സീറ്റാണുള്ളത്. UDFന് 17 സീറ്റാണുള്ളത്. പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് പല തെരഞ്ഞെടുപ്പിലും പറഞ്ഞപ്പോൾ 34 സീറ്റ് ലഭിച്ച കോഴിക്കോട്ടെ UDF എന്തേ ഇത്രയും പിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമല്ലോ. താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒരു പിന്തുണ കോഴിക്കോട്ട് നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFനോടൊപ്പം നിൽക്കുന്ന വോട്ടർമാർ നഗരഭരണം അഴിമതിരഹിതമായിട്ടുള്ള വികസനത്തെക്കുറിച്ചുള്ള സമഗ്ര കാഴ്ചപ്പാടുള്ള ഒരു മുന്നണിക്ക് അത് LDFന്റെ ഭരണത്തിൽ നഗരത്തിലെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. LDFന് മാത്രമേ ഈ കോഴിക്കോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളത് ഈ നഗരത്തിന്റെ അനുഭവമാണ്. ആ അനുഭവം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രകടമാകും. ഈ കോഴിക്കോട് കഴിഞ്ഞ 22 വാർഡുകളിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഒരുപക്ഷെ ഈ പല വാർഡുകളിലും ശക്തമായി അവർ പോരാട്ടം നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. ഈ BJPയുടെ ഒരു വളർച്ചയുണ്ടോ കാര്യമായി കോഴിക്കോട് കോർപ്പറേഷൻ? അല്ല, സ്വപ്നം കാണാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 22 സീറ്റുകളിൽ മാത്രമല്ല, അതൊക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞതിനും തൊട്ടുമുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDFനും LDFനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം, BJPയുടെ വോട്ട് വ്യത്യാസം, പല പ്രശ്നങ്ങളിലും LDFന് ജനങ്ങൾ വോട്ട് ചെയ്യാതിരുന്നവർ പോലും വീണ്ടും വോട്ട് ചെയ്ത് 2ാം ഗവൺമെന്റിനെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്ന അനുഭവം കേരളത്തിലുണ്ടല്ലോ. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33-40 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞവരല്ലേ BJP? 400 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് പറഞ്ഞവരല്ലേ BJP? അവർക്ക് സ്വപ്നം കാണാൻ കുഴപ്പമൊന്നുമില്ല. അവരുടെ നിലവിലുള്ള സീറ്റ് നിലനിർത്തുമോ എന്ന് നോക്കിയാൽ മതി.
ഒപ്പം ഈ അഴിമതി എന്ന ഒരു ആരോപണം അത് മുഖ്യ ശീർഷകമാക്കിയാണ് ഇന്ന് അവർ ഒരു കുറ്റപത്രമൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ കോർപ്പറേഷനിൽ LDFനെതിരെ അഴിമതിയുടെ കുറ്റപത്രം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രകടമായ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ അവർക്ക് തെളിയിക്കാനോ ആരോപിക്കാനോ പറ്റിയിട്ടുണ്ടോ ശരിക്കും കൗൺസിലിൽ? അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ള മാത്രമല്ല, നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? മാധ്യമ പ്രവർത്തകർ സ്വാഭാവികമായി വിമർശനാത്മകമായി പല വാർത്തകളും കോർപ്പറേഷനെതിരായ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നവരല്ലേ. അപ്പം അത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു ക്രമക്കേട് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കുകയോ തെറ്റായ മാർഗത്തിലൂടെ ഭരണം കൊണ്ടുപോയി ക്രമരഹിതമായി പ്രവർത്തിക്കുന്നതിനാണ് അഴിമതി എന്ന് പറയുന്നത്. 5 വർഷക്കാലത്ത് ഡോക്ടർ ബീന ഫിലിപ്പ് മേയറായിട്ടും ഞാൻ ഡെപ്യൂട്ടി മേയറായും 50 അംഗങ്ങൾ LDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ LDFനുണ്ട്. ഓരോ ആളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതിയെക്കുറിച്ച് നഗരസഭയുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വരി അഴിമതി കേസ് പരാതി UDF കൊടുത്തിട്ടില്ലല്ലോ. എന്തിനാണ് അഴിമതി? ഏത് വിഷയത്തിലാണ് അഴിമതി? അത് വ്യക്തമാക്കാനോ എന്താണ് LDF ഭരണത്തിൽ ക്രമരഹിതമായി എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുണ്ട്. പലതിനും കേസും പരാതിയും കൊടുക്കുന്നവരല്ലേ UDF. ഒരു പരാതിയും ഒരു വരി ഇന്ന ഇതിനകത്ത് ഒരു പരാതിയും ഒരു അഴിമതി ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പുകമറ UDFനെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങളെ എതിർക്കുക, വികസനങ്ങളോട് സഹകരിക്കാതിരിക്കുക. മുൻകാലങ്ങളിലും 33-34 സീറ്റ് കിട്ടിയ UDF താഴേക്ക് പോകേണ്ട കാരണം എന്താ? അഴിമതിയുടെ പുകമറ സൃഷ്ടിച്ച് പല പദ്ധതികളെയും തടഞ്ഞു വെച്ചവരാണ് കോഴിക്കോട്ടെ UDF. ഇപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ പാർക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു, ബസ് സ്റ്റാൻഡിനെ കുറിച്ച് സംസാരിക്കുന്നു. 1-ാം പ്രതി കോഴിക്കോട്ടെ UDFാണ്. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്, മീൻചന്ത ബസ് സ്റ്റാൻഡ്, ലിങ്ക് റോഡ് പാർക്കിംഗ് പ്ലാസ. ഉദാഹരണം, ഞാൻ വിശദാംശത്തിൽ പോകുന്നില്ല. 3 പ്രധാനപ്പെട്ട മേജർ പദ്ധതികൾ ഈ നഗരത്തിന്റെ മൊബിലിറ്റിയായി ബന്ധപ്പെട്ടുള്ള നഗരവികസനത്തിന്റെ സമഗ്രമായ പദ്ധതി 15 വർഷം ആര് പിടിച്ചു കിട്ടി? വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തു. ആ കടലാസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തവരോ അനുബന്ധമായവരോ ഓരോ 5 മിനിറ്റ് പോയിട്ട് കോടതിയിൽ പോയിട്ട് ആ അഴിമതി പരാതി കൊടുത്തവർ കേസിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരായി പറഞ്ഞില്ല. അത് ഈ കൗൺസിൽ വന്നപ്പോൾ 14 വർഷമായി അടക്കിടക്കുകയാണ്.